എന്റെ കൊച്ചു യാത്രയിൽ എന്നോടൊപ്പം ഇന്ന് കുറച്ച് കൂട്ടുകാർ കൂടിയുണ്ട്. ഒരു യാത്ര എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഇന്ന് ഞങ്ങൾ പോയത് നമ്മുടെ മുരിക്കാശ്ശേരിയുള്ള സ്നേഹഭവനിലേക്കായിരുന്നു. കുറച്ചു നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ സ്നേഹഭവൻ സന്ദർശനം. അവിടെ എത്തുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് നിറയെ പൂത്തുലങ്ങി നിൽക്കുന്ന കൊങ്ങിണിച്ചെടികളും പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളുമാണ്. ഇന്ന് രാവിലെ മുതൽ അതിശക്തിയായ മഴയായിരുന്നു. മഴയാണെങ്കിലും ഈ യാത്ര മുടക്കരുതെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഈ ഒരു വ്യക്തി സ്നേഹഭവന്റെ ആദ്യകാലം മുതലേ ഇവിടെ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഫോണിൽ കണ്ടപ്പോൾ ഉള്ള സന്തോഷം, ഈ പൂ വിരിയും പോലുള്ള പുഞ്ചിരി, ഇതേപോലുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെയാണ് ഇവിടെ എത്തിയാൽ നമുക്ക് കാണാവുന്ന കാഴ്ചകൾ. നമ്മുടെ മുരിക്കാശ്ശേരിയിലുള്ള വന്ദനം കുടുംബശ്രീയിലെ എന്റെ കൂട്ടുകാർ ചേർന്നാണ് ഇന്ന് സ്നേഹഭവൻ സന്ദർശനം നടത്തിയത്. രാവിലെ തന്നെ ഒരു 7:45 ഞങ്ങൾ എല്ലാവരും സ്നേഹഭവനിൽ എത്തിച്ചേർന്നു. ഇന്ന് ഞങ്ങൾ അവർക്കായി കൊണ്ടുപോയത് ബ്രെഡും വെജിറ്റബിൾ കറിയുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ അവരുടെ പ്രഭാത ഭക്ഷണം വന്ദനം കുടുംബശ്രീയുടെ വക. കുറച്ച് ബ്രെഡും വെജിറ്റബിൾ കറിയും കൊടുത്തിട്ട് ഇതേപോലെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിച്ചെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാനില്ല. ഇത് ചെറിയൊരു പുണ്യപ്രവൃത്തിയാണെങ്കിലും നമ്മുടെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുതല്ലോ. ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയോ പേരെടുക്കാൻ വേണ്ടിയോ അല്ല. ഇത് ഈ ഒരു കൊച്ചു സ്ഥാപനത്തിന് വേണ്ടിയാണ്. ദയവ് ചെയ്ത് അധിക്ഷേപിക്കരുത്. ഏകദേശം 21 അന്തേവാസികളാണ് ഈ ഭവനത്തിൽ ഇപ്പോൾ സുരക്ഷിതമായി കഴിയുന്നത്. ഞങ്ങളെപ്പോലുള്ള ധാരാളം ആളുകൾ ഇവിടെ എത്തുകയും ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സുമനസ്സുള്ള ആളുകളുടെ സഹായം കൊണ്ടും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ടും വർഷങ്ങളായി ഈ സ്ഥാപനം നിലനിന്നു പോരുന്നു. ഇവിടെയുള്ള എല്ലാവരും തന്നെ പ്രായമായവരും മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുമാണ്. ഈ കുഞ്ഞുൾപ്പെടുന്ന ഒരു കുടുംബമാണ് ഈ സ്നേഹഭവന്റെ ഇപ്പോഴത്തെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കാൻ മാത്രം ഒന്നുമില്ല. എല്ലാം നല്ല വൃത്തിയും വെടുപ്പുമായി കിടക്കുന്നു. ഏതായാലും ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്തേ ഉള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ അപ്പച്ചമാർ കഴിക്കുന്ന ഗുളികകളാണ്. ഭക്ഷണത്തിന് ശേഷം അവർക്ക് കഴിക്കാനുള്ളതാണ്. അങ്ങനെ അവർക്കൊപ്പം എന്റെ പ്രഭാത ഭക്ഷണം. മോളുടെ പേരെന്നാ? ആൻഡ്രീസ. കുഞ്ഞാവേടെയോ? ആൻഡ്രിയ. അപ്പച്ചന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കൊണ്ടുവന്ന കറികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പ്രഭാത ഭക്ഷണം നമ്മുടെ വകയെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുവരെ നേരത്തെ അറിയിക്കണം. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള മീൻകറി കൂട്ടി ബ്രെഡ് കഴിക്കും. സോഫിയ ജിബിന നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബ്രെഡും മീൻകറിയാല്ലേ. ബ്രെഡ് നല്ല അടിപൊളി മീൻകറി ആദ്യത്തെ കഴിക്കുന്നല്ലേ, ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്. എങ്ങനെ തക്കാളി ഇട്ട മീൻകറി. നമ്മുടെ ഷെഫ് കൂടിയായ ജിബിനാണ് കേട്ടോ കറി വെച്ചിരിക്കുന്നത്. 5 വർഷമായിട്ട് നമ്മുടെ സ്നേഹഭവനിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബ്രെഡും മീൻകറി. പിന്നെ ഇവിടെ 2 കുട്ടികളും ഉണ്ട് കേട്ടോ. ഹായ് പറയൂ. ഹായ്. അപ്പോൾ ഇത് നല്ലൊരു ദിവസമായിരുന്നു. സ്നേഹഭവനിലെ ഇവർ ശുശ്രൂഷ ചെയ്യുന്നവർക്കൊപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ നമ്മുടെ മുരിക്കാശ്ശേരിയിലുള്ള സ്നേഹഭവനിലൊക്കെ സന്ദർശിക്കണം. അതൊക്കെ ജീവിതത്തിൽ വേറിട്ട ഒരു അനുഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കൊച്ചു സ്നേഹഭവനും ഇവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളും നിങ്ങളെയും കാത്തിരിക്കുന്നു. നമ്മുടെ മുരിക്കാശ്ശേരിക്കടുത്ത് തേക്കുന്നന്റെ റൂട്ടിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. വളരെ കുറച്ച് സമയം മാത്രമേ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ ഒരു സമയമൊക്കെ വലിയൊരു അനുഭവം തന്നെയായിരുന്നു. നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത അപ്പച്ചന്മാരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഇനിയും കാണാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ അവിടെ നിന്നും പടിയിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.